ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ ഒരു അവലോസ് പൊടിയാണ് റെഡിയാക്കാൻ പോകുന്നത്. മോഡേൺ അവലോസ് പൊടി. ഞാൻ എൻ്റെ പപ്പായെ പറ്റിക്കാൻ വേണ്ടിയാണ് മോഡേൺ അവലോസ് പൊടി എന്ന് പേരിട്ടത്. ആക്ച്വലി ദിസ് ഈസ് ഫുൾ ഓഫ് നട്ട്സ്, ബദാം, വാൾനട്ട്, ചിയ സീഡ്, ഫ്ലെക്സ് സീഡ്, സെസമേ സീഡ്, ഫോക്സ് സീഡ്സ്. അതൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടി, നമ്മുടെ ഹെയറിന്, സ്കിന്നിന്, നമ്മുടെ ബോൺസിൻ്റെ ഒക്കെ വെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ പാരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം അവരുടെ ഈ ഏജ് ആയ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവർ ഭയങ്കര ടയേർഡാണ്. സോ അവർക്ക് മസ്റ്റായിട്ട് നിങ്ങളിതൊക്കെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് അവർക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ പാരൻസിന് ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അറൗണ്ട് 18 ഇയേഴ്സ് ബിഫോർ ആയിരുന്നു. ഞാനിവിടെ UAE വന്നപ്പം നമ്മുടെ നെയ്ബറായിട്ട് ഇവിടെ ഒരു അറബിയാണ്, ലോക്കൽ അറബിയാണ്, അവരാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നത്. ആക്ച്വലി എനിക്കൊരു അവയർനെസ്സും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ മുംബൈക്കാരിയാണ്. മാക്സിമം ബദാം ആൻഡ് വാൾനട്ട് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതും നമ്മളതൊക്കെ കഴിച്ചത് വളരെ ഗോൾഡ് കഴിക്കുന്ന പോലാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ലാവിഷായി ഒരുപാട് ഔട്ട്സൈഡൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ചില സമയത്ത് നമ്മൾ ഇഗ്നോർ ചെയ്യും. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഫുഡെല്ലാം നിങ്ങളും കഴിക്കുക, നിങ്ങളുടെ പാരൻസിനും കൊടുക്കുക, കുട്ടികൾക്കും കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ജാഗരി പൗഡർ ഇട്ട് കൊടുക്കുക. പാരൻസിന് കൊടുക്കുമ്പോൾ കുറച്ച് അതിനകത്ത് ഉലുവ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ നല്ലതായിരിക്കും ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ. ഭയങ്കര ഓവറോൾ എനർജറ്റിക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എക്സസൈസ് കൊണ്ട് റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നൊന്നും പറയാൻ വേണ്ട, യു ആർ ടോട്ടലി ഫിറ്റ്. ബിക്കോസ് ബോൺസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ എക്സ്റ്റേർണലി ക്രീം ഓർ ലോഷൻസ് പറ്റിയിട്ട് കാര്യമില്ല. ബിക്കോസ് അതൊന്നും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. സോ ഇഫ് യു ഈറ്റ് ഓൾ ദീസ് ഗുഡ് തിങ്സ് ഇറ്റ് വിൽ ഷോ. ബിക്കോസ് നമ്മുടെ എനർജി വരുന്നത് നമ്മുടെ ബോൺസ് ത്രൂ ആണ്. അപ്പം നമ്മുടെ ബോൺസ് ഒരിക്കലും വീക്ക് ആവാതിരിക്കണമെങ്കിൽ നമ്മളിതൊക്കെ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോക്സ് സീഡ്. ഇതിന് മഖാന എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. ഇതാണ് കാഷ്യൂ നട്ട്സ്. പിന്നെ ബദാമിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, വൈറ്റമിൻ ഇ, പ്രോട്ടീൻ, ഫൈബർ, ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസും ഉണ്ട്. വാൾനട്ട് പിന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് ഹാർട്ടിന് വേണ്ടി. പിന്നെ ചിയ സീഡ് ആൻഡ് ഫ്ലെക്സ് സീഡ് ഇത് മസ്റ്റായിട്ട് കഴിക്കണം. കാരണം കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ഇൻസോൾയുബിൾ ഫൈബറാണ്. നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടം, ബാഡ് കൊളസ്ട്രോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യും. ഫുൾ ഓഫ് ഒമേഗയാണ് ഇതെല്ലാം. പിന്നെ ഈ സൺഫ്ലവറിനകത്ത് ഒരുപാട് വൈറ്റമിൻ ഡി ഉണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിലത്ത് നിൽക്കണം, ഇതൊക്കെ കഴിക്കുകയും വേണം. ഓവറോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് അയൺ, കാൽഷ്യം, മാഗ്നീഷ്യം, വൈറ്റമിൻ ഇ, ബി എല്ലാം നമുക്ക് വേണം. സോ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. സോ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് ബോട്ടിലിനകത്ത്, ഒരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ഇത് ഫിക്സ് ചെയ്യുക. ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി ഞാൻ എൻ്റെ പപ്പായ്ക്ക് വേണ്ടി റെഡിയാക്കുവാണ്. കുറച്ച് ഫെനുഗ്രീക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിത് അവർക്ക് നാട്ടിൽ പോകുമ്പോൾ കൊടുത്തയക്കും. ആരെങ്കിലും പോകുമല്ലോ ഗൾഫിൽ നിന്ന്, അന്നേരം ഞാൻ അവർക്ക് കൊടുത്തയക്കാം. ഇപ്പോൾ പപ്പായും മമ്മി നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. നിങ്ങളും മസ്റ്റായിട്ട് കഴിക്കണം, കുട്ടികൾക്കും കൊടുക്കണം. ഓക്കെ, പാലിനകത്തൊക്കെ ഇട്ട് കഴിക്കാം.